നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണെന്ന് പ്രാഥമിക മൊഴി. ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതെന്നും ഗോവിന്ദച്ചാമി. കാണിപ്പയ്യൂരിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ആനയ്ക്കൽ പൊറക്കളങ്ങാട് സ്വദേശി വിനീഷ്, കാണിയാമ്പാൽ സ്വദേശിയും പാറന്നൂരിൽ താമസക്കാരനുമായ മേൽവീട്ടിൽ ഡിജീഷ് എന്നിവർ. അന്വേഷണത്തിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങൾ. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിന്റെ നടപ്പുരയിൽ സ്ഥാപിച്ച സ്റ്റീൽ ഭണ്ഡാരമാണ് ഇളക്കിയെടുത്ത് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVക്ക്. ചാവക്കാട് ടൗൺഹാൾ നിർമ്മാണം തുടങ്ങുന്നു. നിർദ്ദിഷ്ട സ്ഥലം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ഒക്ടോബർ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണെന്ന് പ്രാഥമിക മൊഴി. പോലീസ് ചോദ്യം ചെയ്യലിലാണ് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തിയത്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അഴികൾ മുറിക്കാൻ ഏകദേശം 1.5 മാസത്തോളം സമയമെടുത്തുവെന്ന് പ്രതി സമ്മതിച്ചു. മുറിച്ചതിന്റെ പാടുകൾ പുറത്തുനിന്നും കാണാതിരിക്കാൻ തുണികൊണ്ട് കെട്ടിവെച്ചതായും ഇയാൾ മൊഴി നൽകി. ജയിലിന്റെ മതിൽ ചാടുന്നതിനായി പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചതായും ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തി. ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യം. കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്കും രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ജയിലിനുള്ളിൽ വെച്ച് പുറത്തുള്ള ചിലരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടാൻ സഹായിച്ചവരെക്കുറിച്ചും കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാണിപ്പയ്യൂരിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അതിവേഗം പ്രതികളെ പിടികൂടുവാൻ പോലീസിനെ സഹായിച്ചത്. ആനയ്ക്കൽ സ്വദേശി ആനയ്ക്കൽ വീട്ടിൽ വിനീഷ്, കാണിപ്പയ്യൂർ സ്വദേശിയും നിലവിൽ പാറന്നൂരിൽ താമസക്കാരനുമായ മേൽവീട്ടിൽ ഡിജീഷ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാണിപ്പയ്യൂർ മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ 52 വയസ്സുള്ള ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് സ്കൂട്ടറിലെത്തി പ്രതികൾ പൊട്ടിച്ചെടുത്തത്. നാട്ടുവൈദ്യം ചെയ്യാറുള്ള ശാരദയോട് നാട്ടുവൈദ്യത്തിന്റെ പേര് പറഞ്ഞാണ് സ്കൂട്ടറിലെത്തിയ 2 അംഗ സംഘത്തിലെ ഒരാൾ വീടിനകത്തേക്ക് കയറിയത്. തുടർന്ന് മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് നിരീക്ഷണ ക്യാമറകളും ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ മോഷണം നടത്തിയത് സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കുന്നംകുളം സ്റ്റേഷനിലെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിന്റെ നടപ്പുരയിൽ സ്ഥാപിച്ച സ്റ്റീൽ ഭണ്ഡാരമാണ് ഇളക്കിയെടുത്ത് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം ഭാരവാഹികൾ ഭണ്ഡാരം തുറന്ന് തുക ശേഖരിച്ചതിനാൽ കാര്യമായ നഷ്ടം സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷവും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. മോഷ്ടാവിന്റെ ദൃശ്യം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് ടൗൺഹാൾ നിർമ്മാണം. നിർദ്ദിഷ്ട സ്ഥലം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ഒക്ടോബർ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം. നവകേരള സദസ്സിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലത്തിനായി അനുവദിച്ച 7 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് ടൗൺഹാൾ നിർമ്മിക്കുന്നത്. സിവിൽ സ്റ്റേഷൻ എതിർവശത്തെ ഭൂമിയിലാണ് ആധുനിക സൗകര്യങ്ങളോടെ ടൗൺഹാൾ പണിയുന്നത്. നേരത്തെ നഗരസഭ തയ്യാറാക്കിയ DPR പ്രകാരം നിർമ്മാണം എത്രയും വേഗത്തിൽ തുടങ്ങുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചത്. യോഗത്തിന് ശേഷം MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV മുഹമ്മദ് അൻവർ, നഗരസഭാ കൌൺസിലർ MR രാധാകൃഷ്ണൻ,
നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിലെ സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ഡോക്ടർ പ്രസാദ് വർമ്മ തമ്പാൻ, റീജിയണൽ എഞ്ചിനീയർ സതീദേവി, നഗരസഭാ സെക്രട്ടറി MS ആകാശ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP റിഷ്മ, അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി എന്നിവർ അടങ്ങിയ സംഘം സ്ഥലം സന്ദർശിച്ചു. ഒക്ടോബർ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് MLA അറിയിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബങ്ങളുടെ സർവൈശ്വര്യങ്ങൾക്കുമായി നടത്തുന്ന വിശേഷാൽ ചടങ്ങായ ഇല്ലനിറയും തൃപ്പുത്തരിയും ജൂലൈ 27 ഞായറാഴ്ച വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 7 മണിയോടുകൂടി പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന 300ഓളം കതിർക്കറ്റകൾ ക്ഷേത്രത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിൽ എത്തിക്കുകയും ക്ഷേത്ര മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ചതിനുശേഷം 8 മണിയോടുകൂടി ഭക്തജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യും. വിശേഷാൽ നിവേദ്യമായ തൃപ്പുത്തരി പായസവും ഉണ്ടായിരിക്കും. ചെമ്മന്തിട്ട പാടശേഖരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കതിർക്കറ്റകളാണ് ഇല്ലനിറ ചടങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കുമെന്നും ഇല്ലനിറ തൃപ്പുത്തരി ആഘോഷങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി, ട്രഷറർ K ഭാസ്കരക്കുറുപ്പ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KM മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ എന്നിവർ അറിയിച്ചു. പാറന്നൂർ കുരുത്തിച്ചാൽ പാലത്തിന്റെ കൈവരി ചെരിഞ്ഞു. പാലത്തിലൂടെ കടന്നുപോയ വാഹനം കൈവരിയുടെ തൂണിൽ ഇടിച്ചതിനെ തുടർന്നാണ് കൈവരിയുടെ ഒരു ഭാഗം ചെരിഞ്ഞത്. വളരെ വീതി കുറഞ്ഞ പാലമാണ് കുരുത്തിച്ചാലിലേത്. ഇതിലൂടെ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് തൂണുകളിൽ ഇടിക്കുന്നത്. പാലത്തിന്റെ കൈവരികൾ കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്ത് ഏത് നിമിഷവും തകരാവുന്ന നിലയിലാണ്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം കൈവരിയുടെ ഒരു ഭാഗം ചെരിഞ്ഞത്. പാറന്നൂരിൽ നിന്ന് പട്ടിക്കരയിലേക്ക് പോകുന്നത് കുരുത്തിച്ചാൽ പാലത്തിലൂടെയാണ്. പാലത്തിന്റെ ഉറപ്പിനെ സംബന്ധിച്ച് ഭീഷണിയില്ലെങ്കിലും കൈവരിയുടെ ഒരു ഭാഗം ചെരിഞ്ഞത് യാത്രികർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കൈവരിയുടെ അപകടാവസ്ഥയെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നതായി വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ജൂലറ്റ് ബിനു പറഞ്ഞു. അപേക്ഷ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം പരിശോധന നടത്തി കൈവരി മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ജൂലറ്റ് ബിനു വ്യക്തമാക്കി. കുരുത്തിച്ച പാലത്തിന്റെ കൈവരികളുടെ ബലക്ഷയത്തിന് കാരണം പറഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കുകയും അതിനുശേഷം കഴിഞ്ഞൊരു ദിവസം ഒരു വണ്ടി പോയി പാലത്തിന്റെ കൈവരികളിൽ തട്ടുകയും അതിനൊരു സൈഡിലേക്ക് ചെരിയുകയും ചെയ്തു. അത് നമ്മൾ പഞ്ചായത്തിൽ അറിയിക്കുകയും വന്ന് അത് എസ്റ്റിമേറ്റ് എടുക്കുകയും തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരിശോധനയിൽ പാലത്തിന് ബലക്ഷയമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. കൈവരി ചെരിഞ്ഞ സാഹചര്യത്തിൽ പുതിയ കൈവരി സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നതായും പഞ്ചായത്ത് അംഗം പറഞ്ഞു. എരുമപ്പെട്ടി തയ്യൂർ റോഡിൽ ഖാദിക്ക് സമീപം സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക്. വേലൂർ കുറുവന്നൂർ പെരുമ്പുള്ളി വീട്ടിൽ ചന്ദ്രികയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9:40ഓടെയാണ് അപകടം. പരിക്കേറ്റ ചന്ദ്രികയെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPIM-ന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ മരണത്തെ തുടർന്ന് CPIM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം നടത്തി. ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം TA ഫൈസൽ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പൂലോത്ത്, CPI ലോക്കൽ കമ്മിറ്റി അംഗം PP ഗോപി, NCP മണ്ഡലം പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി അംഗം ജൂലറ്റ് ബിനു, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രീതി സുരേഷ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പഞ്ചായത്ത് അംഗം മാഗി ജോൺസൺ, CPIM ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ലോക്കൽ കമ്മിറ്റി അംഗം TP റാഫേൽ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ അധ്യാപകർക്കായി ദ്വിദിന ജില്ലാതല പരിശീലനം ആരംഭിച്ചു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സ്ട്രീം എക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായാണ് ദ്വിദിന ശില്പശാല ചാവക്കാട് ശിക്ഷക് സദനിൽ നടക്കുന്നത്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. SSK തൃശൂർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി അധ്യക്ഷത വഹിച്ചു. സെന്റർ ഓഫ് സയൻസ് ഇൻ സൊസൈറ്റി കുസ ഡയറക്ടർ ഡോക്ടർ ഷൈജു പദ്ധതി വിശദീകരണം നടത്തി. ചാവക്കാട് BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ജോൽസിന സ്വാഗതവും പുഴയ്ക്കൽ BRC ട്രെയിനർ സീമാജി നായർ നന്ദിയും പറഞ്ഞു. കുട്ടികളിൽ ശാസ്ത്രബോധം സൃഷ്ടിക്കുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ട്രീം എക്കോസിസ്റ്റം നടപ്പിലാക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും
പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിൽ ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷണാത്മക വിദ്യാഭ്യാസം വിദ്യാലയങ്ങളിൽ നടപ്പിൽ വരുത്തുക എന്ന സന്ദേശത്തോടെ തൃശൂർ ജില്ലയിൽ 18 സ്ട്രീം ഹബ്ബുകൾ ഒരുക്കുന്നുണ്ട്. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 9 നടക്കുന്ന പ്രാദേശിക തൊഴിൽ മേള പ്രതീക്ഷയുടെ ലോഗോ പ്രകാശനം ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ADM C പ്രസാദ്, വിജ്ഞാന കേരളം പദ്ധതി കോർഡിനേറ്റർ അനൂപ് കിഷോർ, ജ്യോതിഷ് കെ, ഡിസ്ക് അസോസിയേറ്റ് ഡയറക്ടർ സുമി, ഇന്റേൺ ദീപക്, CDS ചെയർപേഴ്സൺമാരായ അമ്പിളി ഉണ്ണികൃഷ്ണൻ, മോളി ജോയ്, കോർഡിനേറ്റർ VS ദീപ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 27 ഞായറാഴ്ച പെരുന്നാൾ കൊടിയേറ്റവും 28-ാം തീയതി സ്ഥാനാരോഹണത്തിന്റെ 3ാം വാർഷികവും നടക്കും. വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ഫാദർ സോണി വി മാണി, റവറൻ ബെന്യാമിൻ റമ്പാൻ, ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത, ഫിലിപ്പോസ് റമ്പാൻ, ജോബ് ഡേവിഡ്, റവറൻ KK ഗീവർഗീസ് റമ്പാൻ, ഫാദർ ഷിബു ടോം, ഫാദർ ജസ്റ്റിൻ P കുര്യാക്കോസ്, അബ്രഹാം മാർ സ്തെഫാനോ മെത്രാപ്പൊലിത്ത, ഫാദർ ബോബി പീറ്റർ, ഫാദർ തോമസ് മാത്യു, ഫാദർ എൽദോ ഏലിയാസ്, ഫാദർ ഫിലിപ്പ് കുര്യൻ, ഫാദർ ക്രിസ് സെബി, ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപ്പൊലിത്ത എന്നിവർ കാർമ്മികത്വം വഹിക്കും. ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ധ്യാനയോഗവും എല്ലാ ദിവസവും വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, കൈസ്ഥാനി സാംസൺ S പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ MA-ക്ക് ഇരട്ട സഹോദരിമാർക്ക് റാങ്കിന്റെ തിളക്കം. MA ഗ്രാഫിക് ഡിസൈനിൽ പഴഞ്ഞി സ്വദേശിനി ഗ്ലിൻസി സ്കറിയയാണ് 2ാം റാങ്ക് കരസ്ഥമാക്കിയത്. ഇതേ വിഷയത്തിൽ ഇരട്ട സഹോദരിയായ ഗ്ലിബി സ്കറിയ 8ാം റാങ്കും നേടി. പഴഞ്ഞി പുലിക്കോട്ടിൽ PV സ്കറിയാച്ചൻ ശോഭ ദമ്പതികളുടെ മക്കളാണ്. കോതമംഗലം എൽദോമാർ ബസേലിയോസ് കോളേജിലാണ് ഇരുവരും പഠനം പൂർത്തിയാക്കിയത്. പരേതനായ പാസ്റ്റർ PV ചുമ്മാറിന്റെ സഹോദരന്റെ കൊച്ചുമക്കളാണ്. തൃശൂർ സെന്റ് മേരീസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഗ്ലിൻസി. ഗ്ലിബി തൃശൂർ ചിയാരം ചേതന ആർട്സ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ പതാക ദിനം ആചരിച്ചു. ഇന്ത്യൻ ഭരണഘടന ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ദേശീയ പതാക ദിനം ആചരിക്കുന്നത്. ദേശീയ പതാകയുടെ ചരിത്രം, പതാക ഉയർത്തുന്നതിന്റെ പ്രാധാന്യം, രാജ്യസ്നേഹം എന്നിവയെ സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്താൻ പതാക ദിനം സഹായകമാകുമെന്ന് പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. ത്രിവർണ്ണ പതാകയോടുള്ള ആദരവും ബഹുമാനവും ഉയർത്തിപ്പിടിക്കാൻ ഉതകുന്ന പ്രസംഗം, ഡാൻസ്, രാജ്യസ്നേഹം പ്രകടമാക്കുന്ന പോസ്റ്ററുകളുടെ പ്രദർശനം എന്നിവ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, അധ്യാപകരായ KP രജനി, റീബ മിജു, ധന്യ മുരളീധരൻ എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2024 വർഷത്തിലെ കർഷക ഭാരതി അവാർഡിലേക്ക് നോമിനേഷനുകൾ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തിയ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുന്നത്. അതാത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കുകയില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം, ശ്രവ്യമാധ്യമം എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡ് നൽകുന്നത്. 50,000 രൂപയുടെ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് അവാർഡ്. കർഷക ഭാരതി അവാർഡ് നോട്ടിഫിക്കേഷൻ തീയതിയായ 2025 ജൂലൈ 19 മുതൽ പുറകോട്ട് 1 വർഷത്തെ പ്രസ്തുത മേഖലയിലെ സംഭാവനകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ കൃഷിവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 28. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഇല്ലനിറ മഹോത്സവം ആഘോഷിക്കും. രാവിലെ 9-ന് ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. കാർഗിൽ വിജയ് ദിവസത്തിന് മുന്നോടിയായി തലക്കോട്ടുകര അസീസി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും മുൻ സൈനികനും സ്കൗട്ട് മാസ്റ്ററുമായ ജോസ് C പോന്നൂരിനെ കുനമുച്ചി സത്സംഗ് ആദരിച്ചു. സത്സംഗ് ചെയർമാനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ PJ സ്റ്റൈജു ജോസ് മാസ്റ്ററെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ആദര സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ഡാർലി BK എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. ജോസ് P പോന്നൂർ മറുപടി പറഞ്ഞു.
ചാവക്കാട് പഞ്ചവടി കടപ്പുറത്ത് പിതൃമോക്ഷം തേടി 10,000 വിപുലമായ സൗകര്യങ്ങളാണ് ബലിയിടാൻ എത്തിയവർക്കായി ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നത്. പുലർച്ചെ 2:30 മുതൽ പഞ്ചവടി കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഒരേ സമയം 1000 പേർക്ക് വരെ ബലിയിടാൻ സൗകര്യമുണ്ടായിരുന്നു. രാവിലെ 10 വരെ ചടങ്ങുകൾ നീണ്ടു. മേൽശാന്തി സുമേഷ് ശർമ്മ, ശാന്തിമാരായ ഷൈൻ, അരുൺ, ലൈവാഷ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തിലഹവനം, പിതൃസായുജ്യ പൂജ എന്നിവ നടത്താൻ ഭക്തർക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കി. ബലിയിടാൻ എത്തിയവർക്ക് സൗജന്യ പ്രഭാത ഭക്ഷണവും നൽകി. വാഹന പാർക്കിംഗ് സൗകര്യം, ബലിയിടാൻ എത്തിയവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ക്ലോക്ക് റൂം സംവിധാനം എന്നിവ സജ്ജമാക്കിയിരുന്നു. സുരക്ഷയുടെ ഭാഗമായി പോലീസ്, തീരദേശ പോലീസ്, ആംബുലൻസ്, തീരദേശ ജാഗ്രതാ സമിതി തുടങ്ങിയവരും കടപ്പുറത്തുണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് ദിലീപ് കുമാർ പാലപ്പെട്ടി, സെക്രട്ടറി വിനയദാസ് താമരശ്ശേരി, ജോയിന്റ് സെക്രട്ടറി KS ബാലൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിശ്വനാഥൻ വാക്കയിൽ, വാസു തറയിൽ, VS സദാനന്ദൻ, രാജൻ മാസ്റ്റർ, AC ബാലകൃഷ്ണൻ, TM വിക്രമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾ ഭക്തിനിർഭരമായി. 5000-ലധികം പേരാണ് ബലിതർപ്പണം നടത്തിയത്. പുലർച്ചെ 4 മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃമോക്ഷ പുണ്യം തേടിയുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്ക് വള്ളുവനാട്ടിൽ പ്രശസ്തിയാർജിച്ച ക്ഷേത്രമാണ് തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. ബലിതർപ്പണത്തിനായി ക്ഷേത്രമുറ്റത്തും ക്ഷേത്രക്കടവിലും പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. അനിൽകുമാർ, രാജീവ്, രാമകൃഷ്ണൻ എന്നിവർ പരികർമ്മികളായി. ബലിതർപ്പണത്തിനെത്തിയവർക്ക് ആവശ്യമായ പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ ടീം, ട്രാഫിക് സ്പെഷ്യൽ ഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനവും സ്ഥലത്തുണ്ടായിരുന്നു. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1994-95 ബാച്ചായ ഓർമ്മത്തണൽ കൂട്ടായ്മ സ്കൂൾ ലൈബ്രറിയിലേക്ക് ടെലിവിഷൻ നൽകി. വായനശാലയിൽ വരുന്ന കുട്ടികൾക്ക് വാർത്തകളും കായിക വിവരങ്ങളും കാണുന്നതിനും അറിയുന്നതിനും വേണ്ടി കേരള വിഷന്റെ കേബിൾ കണക്ഷൻ സഹിതമാണ് ടെലിവിഷൻ നൽകിയത്. വായനശാല അറിവിന്റെയും കൗതുകങ്ങളുടെ കേന്ദ്രമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബാച്ച് പ്രതിനിധികൾ സ്കൂൾ പ്രിൻസിപ്പാൾ V സ്മിതയ്ക്ക് റിമോട്ട് കൈമാറി. മുൻ അധ്യാപിക മേരി സ്വിച്ച് ഓൺ നിർവഹിച്ചു. PH അഷ്റഫ്, KM ഉമ്മർ, യൂസഫ് ടോജൻ എന്നിവർ സംസാരിച്ചു. തിരുവത്ര പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ PTA വാർഷിക യോഗം നടന്നു. ജൂൺ മാസത്തെ സ്കൂൾ തല പ്രവർത്തനങ്ങളിൽ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുതിയ ഭാരവാഹികളായി സുഹാസ് ഷംസുദ്ദീൻ PTA പ്രസിഡന്റ്, സുൽഫത്ത് ഹുസൈമത്ത് MPTA പ്രസിഡന്റ്, VS ഹാഷിം SMC ചെയർമാൻ തുടങ്ങി 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഹെഡ് മിസ്ട്രസ് PK റംല, SK പ്രിയ, സന്തോഷ് മാസ്റ്റർ, MK സലീം തുടങ്ങിയവർ സംസാരിച്ചു. തിരുനാമാചാര്യന്റെ 107-ാം ജയന്തിയോടനുബന്ധിച്ച് ഗുരുവായൂർ നാരായണാലയത്തിൽ കോടി അർച്ചന മഹായജ്ഞത്തിന് തുടക്കമായി. 1-ാം ദിവസം യജ്ഞശാലയിൽ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യജ്ഞാചാര്യൻ സ്വാമി സന്മയാനന്ദ സരസ്വതി, പെരുമനത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ആഗസ്റ്റ് 4 വരെയാണ് കോടി അർച്ചന. ഗുരുവായൂർ പ്രാദേശിക ഭക്തജന സമിതി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നാമജപയാത്ര നടന്നു. മഞ്ജുളാൽ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രത്തിനു പുറത്ത് പ്രദക്ഷിണം ചെയ്ത് അവസാനിച്ചു. ശങ്കർജി ഗുരുവായൂർ, ശോഭ ഹരിനാരായണൻ, KP ഉദയൻ, അരവിന്ദൻ പല്ലത്ത്, ജയപ്രകാശ് നിരാമയൻ, ശശി വാർനാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9170 രൂപ, പവന് 73,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. ചരമം കൊരട്ടിക്കര കോടത്തുംകുണ്ട് തെക്കേക്കര അയ്യപ്പൻ നിര്യാതനായി 96 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കുട്ടിമാളു ഭാര്യയും രമണി, രണദിവെ, സുമിത്ര, സുശീല, സുനിൽ, ശശി, സുഭാഷ് എന്നിവർ മക്കളുമാണ്. എയ്യാൽ ചിറ്റിലങ്കാട് മൂരായിൽ രവീന്ദ്രൻ നിര്യാതനായി 69 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാത്രി 8-ന് വീട്ടുവളപ്പിൽ നടക്കും. സതീരത്നമാണ് ഭാര്യ. രനീഷ്, പരേതയായ രമ്യ എന്നിവർ മക്കളാണ്. ചാവക്കാട് സഹകരണ റോഡ് നബു സർവീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന കറുപ്പമേട്ടിൽ മുഹമ്മദ് കുഞ്ഞി നിര്യാതനായി 93 വയസ്സായിരുന്നു. ഖബറടക്കം മണത്തല പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സുഹറ ഭാര്യയും റംല, ഷെരീഫ്, ഷെരീഫ, സൗദത്ത്, ഷാഹിദ എന്നിവർ മക്കളുമാണ്.
കടപ്പുറം ഗവൺമെന്റ് ആശുപത്രി പടി സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന പരേതനായ പുത്തൻപുരയിൽ സെയ്തു മകൻ മുഹമ്മദ് ഉണ്ണി നിര്യാതനായി 65 വയസ്സായിരുന്നു. കുഞ്ഞാച്ചു മാതാവും റംല ഭാര്യയുമാണ്. ഷക്കിബ മകളാണ്. ഖബറടക്കം വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് അഞ്ചങ്ങാടി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. കടപ്പുറം തൊട്ടാപ്പ് ഫോക്കസ് സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന പരേതനായ കറുപ്പം വീട്ടിൽ കടവിൽ കുഞ്ഞുമോൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. ഖബറടക്കം ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. പൂമ ഭാര്യയും മൊയ്തീൻ ഷാ, കബീർ, റസീന, സെലീന, ഷാനിബ, സീനത്ത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണെന്ന് പ്രാഥമിക മൊഴി. ജയിൽ ചാടിയതിനുശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതെന്നും ഗോവിന്ദച്ചാമി. കാണിപ്പയ്യൂരിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ആനയ്ക്കൽ പൊറക്കളയങ്ങാട് സ്വദേശി വിനീഷ്, കാണിയമ്പാൾ സ്വദേശിയും പാറന്നൂരിൽ താമസക്കാരനുമായ മേൽവീട്ടിൽ ഡിജീഷ് എന്നിവർ. അന്വേഷണത്തിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങൾ. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിന്റെ നടപ്പുരയിൽ സ്ഥാപിച്ച സ്റ്റീൽ ഭണ്ഡാരമാണ് ഇളക്കിയെടുത്ത് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVക്ക്. ചാവക്കാട് ടൗൺഹാൾ നിർമ്മാണം തുടങ്ങുന്നു. നിർദ്ദിഷ്ട സ്ഥലം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ഒക്ടോബർ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.